ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇതിൽ കുറേ കാര്യങ്ങൾ സുധീർ പറയുന്നുണ്ട്. ശരിക്കും നമ്മുടെ എന്താ പറയുക, പൊക്കിൾ റാണി, തുട റാണി, മുല റാണി, അപ്പ റാണി എന്നൊക്കെ കുറേ പേരുകൾ രേണുസുധിക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ കുറേ കാര്യങ്ങൾ രേണുസുധി നിന്ന് പറയുന്നുണ്ട്. അതൊക്കെ നമുക്ക് എക്സ്പോസ് ചെയ്യണം. രേണുസുധി കള്ളത്തരങ്ങൾ പൊളിച്ചടക്കണം. അതിന് മുന്നേ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽബട്ടനെ കൂടി അമർത്തുക കേട്ടോ. അപ്പൊ രേണുസുധിയുടെ ഒന്നാമത്തെ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അന്നരാജിനെ എക്സ്പോസ് ചെയ്തത് മനഃപൂർവ്വം ഒന്നല്ല കേട്ടോ. രേണുസുധി പറയുന്നു, കുനിഞ്ഞു നിൽക്കുമ്പോൾ അതൊക്കെ കാണും എല്ലാവരും. പക്ഷെ നിങ്ങൾ പ്രത്യേക ആംഗിളിൽ ആ ക്യാമറ വെക്കുന്നതാണ്. അല്ലാതെ ആരും മനഃപൂർവ്വം ഒന്നും ഇങ്ങനെ മുലകളൊന്നും കാണിക്കാൻ നിൽക്കത്തില്ല. ഞാനൊന്നും അങ്ങനെ കാണിച്ചിട്ടില്ല കേട്ടോ. ഞാൻ ആ മറ്റേ എന്താ പറയുക, കാറിൻ്റെ ആ സീറ്റ് ബെൽറ്റ് ഒന്നും ജസ്റ്റ് നീക്കിയിട്ട് എൻ്റെ മുലച്ചാലല്ലേ കാണിച്ചുള്ളൂ. ഇനി വേണമെങ്കിൽ എൻ്റെ സബ്സ്ക്രിപ്ഷനൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വേണമെങ്കിൽ ഫുള്ള് കാണിച്ചൊക്കെ തരാം കേട്ടോ. പക്ഷെ നിങ്ങൾ പല ആംഗിളിൽ കൂടെ റെക്കോർഡൊന്നും ചെയ്യരുത്. രേണുസുധിയുടെ കുറേ വർത്തമാനങ്ങളാണ് കേട്ടോ ഇതൊക്കെ. ക്യാമറമാൻ്റെ തെറ്റാണ് ഇതൊക്കെ. അന്നാരാജ അങ്ങനെ കാണിക്കുന്ന ആളേ അല്ല. പല ആംഗിളിൽ കൂടെ അവരെ നോക്കിയതാണ്. അപ്പോഴാണ് ഇതൊക്കെ കണ്ടത്. പിന്നെന്താ വെച്ചാൽ പായസം എന്തൊക്കെ ഇളക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നു. ഇളക്കുന്ന സമയത്ത് അവരൊന്ന് കുനിഞ്ഞതല്ലേ. കുനിയുമ്പോൾ സ്ത്രീകളുടെ അങ്ങനെ കാണും. പക്ഷെ ഞങ്ങളുടെ അങ്ങനെ കാണില്ല കേട്ടോ രേണുസുധി. ഞങ്ങളൊക്കെ വളരെ സേഫ് ആയിട്ട് തന്നെയാണ് കുനിയുക. മുലച്ചാലൊന്നും ഞങ്ങളങ്ങനെ കാണിക്കാൻ വെച്ച സാധനങ്ങൾ, പ്രദർശന വസ്തുക്കളൊന്നും അല്ല കേട്ടോ. രേണുസുധിയുടെ വോയിസ് നമുക്കൊന്ന് കേൾക്കാം. മനഃപൂർവ്വം എക്സ്പോസ് ചെയ്തായിട്ടൊന്നും എനിക്കറിയില്ല, എനിക്ക് തോന്നില്ല. ചിലപ്പോ നമ്മളിപ്പോ ഇപ്പൊ ഞാൻ തന്നെ ഈ ഡ്രസ് ഇട്ടൊന്ന് കുനിഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമതൊരാൾ മൂന്നാമതൊരാൾ കാണുമ്പോൾ തന്നെ എക്സ്പോസിങ് തന്നെയാണ്. സോ ചിലപ്പോ മനഃപൂർവ്വം അല്ലായിരിക്കും. നമ്മളിങ്ങനെ എന്തായാലും പൊങ്കാല ഇടുന്ന ഈ നിലത്ത് നമ്മള് അടുപ്പ് വെച്ചിട്ടാണ്. എന്താ ഞാൻ പറഞ്ഞത്, ഇതിപ്പം നമ്മുടെ നിലത്താണല്ലോ ഇത് വെച്ചത്. അപ്പൊ നമ്മൾ കുനിഞ്ഞ് ഇതൊക്കെ എടുക്കുമ്പോഴോ ഈ ഉണ്ടാക്കുമ്പോൾ പായസം എന്തോ ഉണ്ടാക്കുക, കഞ്ഞി എന്തോ എനിക്കറിയില്ല, അതിനെ പറ്റി ഡീറ്റെയിൽ അറിയില്ല. നമ്മളത് ഉണ്ടാക്കുമ്പോഴത്തേനും ചിലപ്പോൾ കുനിയണം, അങ്ങനെയൊക്കെ ചിലപ്പോൾ. ഇപ്പൊ ക്യാമറ എടുക്കുമ്പോഴും അതുപോലെ ആംഗിളിങ്ങും, അതായത് അതൊക്കെ അതെ അതെ, എന്ത് ചോദിച്ചാലും ആൻസർ ഉണ്ട്. പക്ഷെ കണ്ടന്റ് ഉണ്ടാക്കണ്ടേ, എങ്ങനെയെങ്കിലൊക്കെ അതിൽ കണ്ടന്റ് ഉണ്ടാക്കി മൂപ്പർക്ക് മുന്നേറണം, അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ നെഗറ്റീവ് പറയുന്ന കമന്റുകളെ, നിങ്ങൾക്ക് ആദ്യമായോ എന്ന് ചോദിക്കുകയാണ്. നിങ്ങൾക്ക് പേടിയായോ എന്ന്. ഞാനിടുന്ന പോസ്റ്റുകളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് എന്തോ ഒരു ചാരപ്രവൃത്തി ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷെ താങ്ക്സ് ഉണ്ട് കേട്ടോ. നിങ്ങളിങ്ങനെ ഇടുന്നത് കൊണ്ടാണ്, നിങ്ങളിങ്ങനെ വീഡിയോസ് ചെയ്യുന്നത് കൊണ്ടാണ്, നിങ്ങൾ കമന്റ് ഇടുന്നത് കൊണ്ടാണ് ഞാനിങ്ങനെ ഫ്ലൈറ്റ് കയറി പോകുന്നത് കേട്ടോ. എൻ്റെ ഉയർച്ചയ്ക്ക് കാരണം നിങ്ങളൊക്കെ തന്നെയാണെന്ന് രേണുസുധി പറയാതെ പറയുന്നുണ്ട്. എല്ലാവരുടെയും താങ്ക്സും പറയുന്നുണ്ട്. ആൾ ഇങ്ങനെ ഇപ്പോൾ സബ്സ്ക്രിപ്ഷനൊക്കെ തുടങ്ങിയിട്ടുണ്ടല്ലോ അല്ലേ. 150 രൂപ, എത്ര രൂപയ്ക്ക്, 445 രൂപയ്ക്കായിരുന്നു എന്ന് പറയുന്നു. 150 രൂപയ്ക്ക് സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയത് കൊണ്ട് തന്നെ അതിങ്ങനെ വന്നിട്ട് ഓരോന്നൊക്കെ കാണിച്ചു തരുന്നൊക്കെ ഉണ്ട്. ഇങ്ങനെ ഷിമ്മീസൊക്കെ ഇട്ട് വന്നിരുന്നിട്ട് ആ ഓരോ ചാലുകളും വട്ടകളൊക്കെ കാണിച്ചു തരുമ്പോൾ നിങ്ങളത് എടുത്തിട്ട് ആരോ ചാരപ്രവർത്തി ചെയ്യുന്നുണ്ട്. ഇതിനൊക്കെ എടുത്തിട്ട് ആരൊക്കെയോ വീഡിയോസ് ചെയ്യുന്നു എന്നൊക്കെയാണ് രേണുസുധി പറയുന്നത്. നമുക്ക് ആ വോയിസ് നോക്കി കേട്ടു. എന്താണെന്നറിയത്തില്ല. ഞാൻ അവരെ കുറച്ച് തന്നെ എനിക്ക് നെഗറ്റീവ്, അവരുടെ പേരൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കുറച്ച് റിയാക്ഷനോളുകളുണ്ടല്ലോ എനിക്ക് നെഗറ്റീവ് അടിക്കുന്ന കുറെ കണ്ടന്റോളുകൾ. ഞാൻ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയ പിന്നെ അവന്മാർക്കും അവളുമാർക്കും എല്ലാം അങ്ങ് ആദ്യമാണ്. എന്താണ് എനിക്കൊന്ന് ചാരപ്രവൃത്തി ഉണ്ടോ തോന്നുന്നുണ്ടെങ്കിൽ അവന്മാർ തന്നെ സബ്സ്ക്രിപ്ഷൻ ചെയ്തായിരിക്കും. എന്തായാലും ഞാനിടുന്ന പോസ്റ്റൊക്കെ അവന്മാർക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഒത്തിരി താങ്ക്സ്. എനിക്ക് വേണ്ടി പ്രമോഷൻ ഇങ്ങനെ ചെയ്യുന്നതിന് ഒരുപാട് താങ്ക് യു സോ മച്ച്. നെഗറ്റീവ് പറയുന്ന കുറച്ച് പേര്, നെഗറ്റീവ് റിയാക്ഷൻ ചെയ്യുന്ന കുറച്ച് പേര്, വ്ളോഗേഴ്സ്, താങ്ക് യു സോ മച്ച്. എനിവേ, ഞാൻ എങ്ങനെയാണ് ജീവിച്ചു പോട്ടടാ. നിന്റെയൊക്കെ വീട്ടിൽ വന്ന് ഇറക്കുന്നുണ്ടോ? ഇല്ലല്ലോ. നീക്ക് നിന്റെ കാര്യം നോക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ പോലും നടക്കത്തില്ല. അവന്മാർക്ക് എന്റെ കണ്ടന്റ് കിട്ടിക്കൊണ്ടിരിക്കണം. സോ അതാണ് അവരുടെ ഉപജീവന മാർഗം. എനിവേ, എന്റെ സബ്സ്ക്രിപ്ഷൻ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണോ എന്ന് അറിയത്തില്ല. ഇനി ചാരപ്രവൃത്തി നടക്കുന്നുണ്ടോ എന്ന് അറിയത്തില്ല. ഞാനിടുന്ന പോസ്റ്റ് അവന്മാർക്ക് കിട്ടുന്നുണ്ട്. എനിവേ, എനിക്ക് താങ്ക് യു സോ മച്ച് ഫോർ ഫ്രീ പ്രമോഷൻ. താങ്ക് യു. അതെ അതെ, ഇങ്ങനെ ഫ്രീ പ്രൊമോഷൻ ചെയ്തുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഇത്ര ഉയരത്തിൽ നിൽക്കുന്നത് കേട്ടോ. അതുപോലെ കുറെ പേര് പറയുന്നു സുധിചേട്ടന്റെ പേര് മാറ്റാൻ പറയുന്നുണ്ട്. എന്തിനാ സുധിചേട്ടന്റെ പേര് ഞാൻ മാറ്റണം? എൻ്റെ ഹസ്ബൻഡാണ് അല്ലേ. എൻ്റെ മരിച്ചുപോയി എന്ന് വെച്ചാൽ ഞാൻ ഒരിക്കലും ഭാര്യയില്ലാതാവില്ലല്ലോ. നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? എനിക്ക് വേറെ പ്രേമൊന്നുമില്ല. ഞാൻ കല്യാണമൊന്നും കഴിക്കുന്നില്ല. ഞാൻ സുധിചേട്ടൻ തന്നെയാണ്. ആ ഇൻഷുറൻസ് എമൗണ്ട് കിട്ടുന്നവരെ. എന്താണ് ഈ പെണ്ണിന് ശരിക്കും തലയ്ക്ക് ഓളമുണ്ടോ? കുറേ നാൾ വന്ന് പറയും ഞാൻ തട്ടിട്ട് വരാൻ പോവുകയാണ്, 95% ആണ് അതിൻ്റെ ഉറപ്പ്. അതുപോലെ തന്നെ പട്ടാളക്കാരനാണ് എൻ്റെ കാമുകൻ. നിങ്ങൾ ഇതൊക്കെ എങ്ങനെ അറിയുന്നു? ചകഞ്ഞ് എങ്ങനെ അറിയുന്നു? 21 വയസ്സുകാരനാണ്, ഗർഭമുണ്ടായി. ഇതൊക്കെ ആളുടെ വായിൽ നിന്ന് തന്നെ വരുന്നതാണ്, നമ്മൾ ആരും പറയുന്നതല്ല. ഇതൊക്കെ പറഞ്ഞ് ഇപ്പം അടുത്തൊരു പ്രണയം തുടങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നു. വളരെ ഹാർട്ട് ടച്ചിങ് ആണ്. അതുപോലെ തന്നെ എന്താണ്, എൻ്റെ മക്കളെ നോക്കുന്ന ആളാണ്, നന്നായി നോക്കുന്ന ആളാണ്, എന്നെക്കാൾ ഇളയതാണ്, കുറച്ച് ഇളയതാണ് എന്നൊക്കെ പറയുന്നു. അത്യാവശ്യം പൈസയുള്ള ആളാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ആ വോയിസ് നമുക്കൊന്ന് കേൾക്കാം.
സുധിയേട്ടന്റെ പേരിന്റെ ഇതിപ്പോ കുറെ പേര് ചേഞ്ച് പറ്റി. വ്ളോഗേഴ്സ്, അതായത് എന്നെ നെഗറ്റീവ് പറയുന്ന കുറെ വ്ളോഗേഴ്സ് പറയുന്നത് സുധിച്ചേട്ടന്റെ പേര് പേര് മാറ്റുന്നത്. എനിക്ക് സൗകര്യമില്ല, കാരണം എന്റെ ഹസ്ബൻഡിന്റെ പേരല്ലാതെ വേറെ വല്ലവരുടെ പേര് എനിക്ക് ചേർക്കാൻ പറ്റും. അതാണ് ഞാൻ നിയമപരമായിട്ട് ഞങ്ങൾ കല്യാണം കഴിച്ച ആ ഒരു സർട്ടിഫിക്കറ്റ് കാണിച്ചത്. പക്ഷെ അതിനകത്ത് തെറ്റിപ്പോയത് ഗ്രൂമും ബ്രൈഡും ഗ്രൂമുമായി എന്തെങ്കിലും ഒരു സാധനം കൊടുക്കണ്ടേ നെഗറ്റീവുകൾക്ക് എടുത്ത് ട്രോളാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തതേ ഉള്ളൂ. ഗ്രൂം ആരാന്നും ബ്രൈഡ് ആരാന്നും പറയാനുള്ള വിദ്യാഭ്യാസം കിട്ടുന്നത് എനിക്ക്. പക്ഷെ എന്നാലും അങ്ങ് പറഞ്ഞു കൊടുത്തതാണ്, എന്നിട്ട് ട്രോളട്ടെ എന്ന് ഓർത്തിട്ട്. കണ്ടന്റ് ആവട്ടെ, എന്നെ കൊണ്ട് ഉപജീവിക്കുന്ന കുറെ വ്ളോഗേഴ്സ് ഉണ്ട്. സോ അവർക്ക് ഒരു ദിവസം ഞാൻ എന്റെ ഒരു വീഡിയോ കിട്ടിയില്ലെങ്കിൽ അവരെങ്ങനെ കഞ്ഞി കുടിക്കുമെന്ന് ഓർത്ത് ഞാൻ ആകെ സങ്കടത്തിലാണ്. അതുകൊണ്ട് ഞാനൊന്ന് ഇട്ട് കൊടുത്തതേ ഉള്ളൂ, ഗ്രൂമും ഗ്രൂമും. സുധിച്ചേട്ടനെ ഞാൻ ബ്രൈഡുമാക്കി, എന്നെ ഗ്രൂമുമാക്കി, തിരിഞ്ഞും മറിഞ്ഞും പോയി. അതാണ്. ഹായ്, ഹലോ, നമസ്കാരം. രേണുസുധിയാണ്. ഒരുപാട് എന്താ പറയാ വിവാദങ്ങളൊക്കെ എനിക്ക് ചുറ്റും നടക്കുന്നുണ്ട്. അതിനോടൊന്നും റിപ്ലൈ തരാനോ അല്ലെങ്കിൽ അതിനൊക്കെ ഉള്ള മറുപടി പറയാനോ ഉള്ള സമയവും ഇല്ല എനിക്കിപ്പം. അതിനുള്ള അവസരത്തിനും അല്ല രേണുസുധി വന്നത്. കുറേ പേരുടെ എന്താ പറയാ പ്രശ്നം, രേണു മാത്രം മതി, സുധി മാറ്റുന്നത്. എന്റെ ഹസ്ബൻഡാണ് സുധിച്ചേട്ടൻ. ഓക്കെ, ഇതെന്റെ ഒറിജിനൽ വിവാഹ സർട്ടിഫിക്കറ്റ് ആണ്, നോക്കൂ. അതായത് ദ 4th ഷെഡ്യൂൾ എന്റെ പൊന്നു രേണുസുധേ, നിങ്ങളുടെ വിവാഹ സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഭാര്യയാണോ എന്നൊന്നും ആർക്ക് സംശയവുമില്ല. നിങ്ങൾ തന്നെ ഇൻഷുറൻസ് എമൗണ്ട് എടുത്തോളൂ. നിങ്ങൾ അതൊന്നും പൊന്തിച്ചു കാട്ടി വരേണ്ട ആവശ്യമില്ല. പക്ഷേ ഇവിടെ എല്ലാവരും വിമർശിക്കുന്നത് എന്താണ്? നിങ്ങളുടെ ഡെയിലി രാവിലെ എണീറ്റ് എന്ത് ഉണ്ടാക്കാം എന്ന് ആലോചിച്ചുകൊണ്ട് ഒരു കണ്ടന്റ് ഇട്ട് തരികയാണ് പുറത്തേക്ക്. ആ കണ്ടന്റ് ഇങ്ങനെ അത് നെഗറ്റീവ് കണ്ടന്റ്, നല്ല പോസിറ്റീവ് വൈബാണ് നിങ്ങൾ തരുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ, അത് രസമായിരിക്കും. ഇത് നെഗറ്റീവായിട്ട് നിങ്ങളുടെ കല്യാണം ചർച്ച ചെയ്യാതെ ഏതെങ്കിലും ഒരു ദിവസം കേരളത്തിലുണ്ടോ നിങ്ങൾ ചർച്ച ചെയ്യാത്തത്? എപ്പോഴും നിങ്ങൾ ഈ മുതുക്കി തലയുടെ കല്യാണം കേട്ടുകൊണ്ട് രാവിലെ കേരളം ഉണരുന്നത് തന്നെ. പണ്ടൊക്കെ ദാസേട്ടന്റെ ഗാനം കേട്ടുകൊണ്ട് കേരളം ഉണരുന്നു എന്ന് പറഞ്ഞിട്ട്, ഇപ്പൊ ഈ രേണുസുധിയുടെ കാര്യം കേട്ടുകൊണ്ടാണ് എല്ലാവരും ഉണരുന്നത്. ഇനി കണ്ടന്റ് ഇട്ട് കൊടുക്കുകയാണെന്ന് പറയുന്നു. സുധിച്ചേട്ടനെ ഞാൻ ബ്രൈഡാക്കി, എന്നെ ഞാൻ ഗ്രൂമാക്കി. എനിക്ക് അറിയാതെയൊന്നുമില്ല, നല്ല വിദ്യാഭ്യാസമൊക്കെ ഉണ്ട്. പക്ഷെ നിങ്ങളൊന്ന് ജീവിച്ചോട്ടെ, എന്നെ വിട്ടൊന്ന് ജീവിച്ചോട്ടെ എന്നൊക്കെ കരുതി ഇട്ട് തന്നാന്ന് ആള് പറയുന്നു. സത്യത്തില് ഈ രേണുസുധിക്ക് ശരിക്കും കൈപ്പഴ പറ്റി തന്നെയാണ്, നാക്കുപിഴ പറ്റിയത് തന്നെയാണ് അത്. എന്നിട്ട് ഇപ്പൊ പറയുന്നു എനിക്ക് വിദ്യാഭ്യാസം ഇല്ലാതെയല്ല, ഞാൻ വെറുതെ ഇട്ട് തന്നതാണ്. ഇനി അടുത്തത്, ഞാൻ കേൾക്കാത്ത തെറികളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തെണ്ടികളുടെ വാക്ക് കേട്ടു ഒരു സ്ത്രീകളും തളരരുത് കേട്ടോ. രേണുസുധിയുടെ വാക്ക് കേട്ടില്ലായിരുന്നെങ്കിൽ എല്ലാവരും തളർന്നു പോയേനെ കേട്ടോ. എല്ലാവരും മുന്നോട്ട് പോകുക. വനിതകൾക്കുള്ള സന്ദേശമാണ് രേണുസുധിയുടെ കേട്ടോ. എല്ലാവരും മുന്നോട്ട് പോകുക. ആ അവസരം കിട്ടി നമുക്ക് നിർത്താം. എത്ര സമൂഹത്തിൽ മാറ്റപ്പെട്ടു, എന്തൊക്കെ നെഗറ്റീവ്സ് ഇപ്പൊ എന്നെ പോലെ ഞാൻ കേൾക്കാത്തതിന്റെ ഒന്നുമില്ല. എന്നും ദിനംപ്രതി കേൾക്കുന്ന ഒരു ഇതാണ്. കേൾക്കാത്ത തെറിയുണ്ടോ? ഒന്നുമില്ല. എല്ലാം ഇനി പുതിയ വല്ല കണ്ടുപിടിക്കണം, പുതിയ സാധനങ്ങൾ കണ്ടുപിടിക്കട്ടെ. അതുകൊണ്ട് എനിക്ക് പറയാനുള്ള ഇത്രേ ഉള്ളൂ. എന്ത് കേട്ടാലും നിങ്ങൾ നെവർ മൈൻഡ്, നിങ്ങൾ മുന്നോട്ട് പോവാ. നിങ്ങൾ എന്താണോ നിങ്ങളുടെ ലക്ഷ്യം, ആ ലക്ഷ്യസ്ഥാനത്തേക്ക് നിങ്ങൾ മുന്നോട്ട് പോവാ. നിങ്ങൾ അത് നേടിയെടുക്കുക തന്നെ ചെയ്യും. ഏതേലും ഒരു തെണ്ടുകളുടെ വാക്ക് കേട്ട് തളർന്നു പോകാതെ നിങ്ങൾ മുന്നോട്ട് പോകും. എടാ കോപ്പേ, നീക്ക പല്ലീന്ന് വിളിക്കുന്നുണ്ട്, എന്നെ പറയാത്ത അപരാധങ്ങളൊന്നുമില്ല. ഇതൊക്കെ ഞാൻ ക്ഷമിക്കുന്നുണ്ട്, ഞാൻ അതൊക്കെ സ്കിപ്പ് ചെയ്ത് വിടുന്നുണ്ട്. ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞോ, പുല്ലേന്നും കോപ്പയെന്നൊക്കെ നിന്റെ പെണ്ണുമ്പളുണ്ട് വീട്ടിൽ, അവളെ ചെന്ന് വിളിച്ചോളാം കേട്ടോടാ മറ്റവൻ. ഇവിടെ രേണുസുധി പറയുന്നത് ഒരാള് നമ്മൾ ചീത്ത പറയുന്നതോ തെറി വിളിക്കുന്നതോ ഒന്നും പാടില്ലാത്ത കാര്യങ്ങളാണ് കേട്ടോ. അങ്ങനെ രേണുസുധിയെ ചീത്ത വിളിക്കാനോ തെറി വിളിക്കാനോ ഒന്നും പാടില്ല. അതിനൊന്നും ഞാൻ പ്രോത്സാഹിപ്പിക്കില്ല ഒരിക്കലും. പക്ഷേ ഇത് മറ്റുള്ളവരിൽ ഇങ്ങനെയുള്ള ഒരു വികാരം ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടാണ് രേണുസുധി? അത് ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഇങ്ങനെ ഡെയിലി പടച്ചു വിടുന്ന ഓരോ നെഗറ്റീവ് കാര്യങ്ങളുമാണ് ഇവരിൽ ഇത്രയും ചൊടിപ്പിക്കുന്നത്. ഓരോ നുണകളും നെഗറ്റീവ് കാര്യങ്ങളും ഇന്ന് പറഞ്ഞതല്ല നാളെ പറയാം, മാറ്റി മാറ്റി പറയുന്നത് നിങ്ങളുടെ സ്വഭാവമാണ് ഇവരിൽ ഇത്രയും ദേഷ്യം വരുത്തുന്നത്. അത് നിങ്ങളൊന്ന് മാറ്റി നോക്കൂ. അപ്പൊ നിങ്ങളോടുള്ള സമീപനം, എല്ലാവർക്കുള്ള സമീപനവും നന്നായിരിക്കും തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.